ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നമ്മളുടെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, സോ 22 തൊട്ട് 22 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ, 29 വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് 5 മാർക്കിന് വരുന്നത്. അതായത് നമ്മളുടെ മറ്റേ പാറ്റേൺ ക്വസ്റ്റ്യനും 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 22ാമത്തെ ചോദ്യം, 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 27 ആൻഡ് 16th ടേം ഈസ് 67. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 27, 16ാം പദം 67. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ശ്രേണിയുടെ ആദ്യ പദം കാണുക. വാട്ട് ഈസ് ഇറ്റ്സ് അൾജിബ്രായിക് ഫോം. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31 ടേം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയിൽ ആദ്യത്തെ 31 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, സോ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കാണാനാണ് പൊതുവ്യത്യാസം. അതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളത്തിൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറയും. ഇവിടുത്തെ പദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 67 ആണ്, ഒന്ന് 27 ആണ്. ടേംസ് എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ പറയുന്നത് ഒന്ന് 16ഉം ഒന്ന് 6ആണ്. അപ്പോൾ 67 മൈനസ് 27. ഇനി താഴെ എഴുതുമ്പോൾ 67ൻ്റെ പൊസിഷൻ ആദ്യം എഴുതണം, അത് 16. 27ൻ്റെ പൊസിഷൻ 6. ഓക്കെ, ഞാൻ 67 27 പോയാൽ 7 പോയാൽ 0, 6 2 പോയാൽ 4, 16 6 പോയാൽ 10. ഈ പൂജ്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 4/1 4. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാ? 4 ആണ്. ഇനി ഫസ്റ്റ് ടേം കാണണം. ഓക്കെ, നമുക്കിവിടെ 16th ടേമും 6th ടേമൊക്കെ തന്നിട്ടുണ്ട്. 6th ടേമെന്ന് 27 തന്നിട്ടുണ്ടല്ലോ. 6th ടേമെന്ന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും? ഒരു പ്രാവശ്യം കുറച്ചാൽ 5th ടേം കിട്ടും. ഒരു ടോണി കുറച്ച് കഴിഞ്ഞാലോ 4th കിട്ടും. ഒരു ടോണി കുറച്ച് കഴിഞ്ഞാലോ 3rd കിട്ടും, പിന്നെ 2nd കിട്ടും, പിന്നെ ഫസ്റ്റ് കിട്ടും. അഥവാ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, 6ാമത്തെ ടേമിൽ നിന്നും 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ്. A1 = A6 - 5D. അഥവാ 6ാമത്തെ ടേമിൽ നിന്നും 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് 5 എണ്ണം മൈനസ് ചെയ്യണം. 6ാമത്തെ ടേം 27 ആണ്. സോ 27 - 5 × D 4 ആണ്. 5 × 4 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഒരിക്കലും 27 5 പോയാൽ നമുക്ക് 22 കിട്ടും. സോ 22 × 4 88 എന്നൊന്നും എഴുതി വെക്കരുത്, തെറ്റാണ്. ആദ്യം ബോർഡ് മാസ് പ്രകാരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 4 20 ആണ്, മൈനസ് ഉണ്ട്. സോ 27 - 20. 27 20 പോയാൽ 7 എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്? A ആണ്. ഇനി അൾജിബ്രായിക് ഫോം ആണ് അടുത്ത കണ്ടീഷൻ. അത് ആദ്യം ഞാൻ എഴുതി കാണിച്ചു തരാം. അൾജിബ്ര കാണുന്നത് എങ്ങനെയാ? AN + B എന്നാണ്. ഓക്കെ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അത് 4 ആണ്. സോ 4n. ഇനി B നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം, n-ന് 6 കൊടുക്കുമ്പോൾ നമുക്ക് 6th ടേം കിട്ടണം, n-ന് 16 കൊടുക്കുമ്പോൾ നമുക്ക് 16ാമത്തെ ടേം കിട്ടണം. സോ n ഞാൻ 1 കൊടുത്തു. 4 × 1 4 ആണ്. ആ 4-നെ 7 ആക്കണം. 1 കൊടുക്കുമ്പോൾ 7 അല്ലേ കിട്ടണ്ടേ? ആ 4 7 ആക്കാൻ എന്ത് ചെയ്യണം? 3 ആഡ് ചെയ്യണം. സോ 4n + 3. ഓക്കെ, ഇനി 6 കൊടുത്തു കഴിഞ്ഞാൽ നോക്കി, 6 4 24. 24ക്ക് എത്ര കൂട്ടണം? 27 കിട്ടണമെന്നുണ്ടെങ്കിൽ 3 കൂട്ടണം. സോ 4n + 3. അതാണ് നമ്മളുടെ അൾജിബ്ര. AN + B, ദാറ്റ്സ് 4n + 3. ഇനി 31 ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് 31th ടേം കാണാം. അഥവാ n-ന് 31 കൊടുത്തു കഴിഞ്ഞാൽ 31ാമത്തെ പദം കിട്ടും. അപ്പോൾ 4 × 31 + 3. 4 × 31 ചെയ്യാം, 31 × 4 ചെയ്യാം. നമുക്ക് 31 × 4 ചെയ്യുമ്പോൾ 1 4 4 3 12. 124 + 3 127 കിട്ടും. സോ 31ാമത്തെ ടേം 127 ആണ്. 1ാമത്തെ ടേം 7 ആണ്. 31 ടേമിന്റെ സമ്മ് കാണണം. സോ n/2 × A1 + AN യൂസ് ചെയ്യാം. n 31 ആണ്. അപ്പോൾ 31/2 × ഫസ്റ്റ് ടേം 7, ലാസ്റ്റ് ടേം 127. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 134 കിട്ടും. ഇനി 134ന്റെ പകുതി എടുക്കണം. ഓക്കെ, 134ന്റെ പകുതി എത്ര? 13 വരുമ്പോൾ 6 2 12 വരും, ശിഷ്ടം 1 വരും. ദെൻ 14 7. 7 × 14 4, ശിഷ്ടം 1, 6 12 1 13 ഉണ്ടാവും, 67. സോ 31 × 67. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്യുക. 31 × 67. 1 7 7, 1 7 3 21.
ഒരു 6 6 3 6 18. ഇനി ആഡ് ചെയ്യുക 7 7 0 1 2, ദാറ്റ് ഈസ് 2077. ഓക്കെ, അപ്പോൾ 31 ടേമിൻ്റെ സം എത്രയാണ്? 2077, 2077. Then 23rd question. In the figure, a circle is drawn with the origin as the center. A is a point on the circle. Angle AOB 60 degree, OB 2 യൂണിറ്റ്. ചിത്രത്തിൽ ആധാര ബിന്ദു കേന്ദ്രമാക്കി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. എ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആംഗിൾ AOB 60 ഡിഗ്രി, OB 2 യൂണിറ്റ്. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് എ. എയുടെ സൂചക സംഖ്യകൾ എഴുതുക. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ? വൃത്തത്തിന്റെ ആരം എഴുതുക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് സി ഓൺ ദ സർക്കിൾ? വൃത്തത്തിലെ സി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. സോ ഫസ്റ്റ് വൺ ആയത് കോർഡിനേറ്റ് ഓഫ് എ. എയുടെ സൂചക സംഖ്യ എഴുതാനാണ്. അതിന് ഞാനിവിടെ ശ്രദ്ധിച്ചോണേ. ഇവിടെ 16 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി. ഓക്കെ, പെർപെൻഡിക്കുലർ അല്ലേ? ദെൻ അപ്പോൾ ഇവിടെ എത്ര വരും? 30 വരും. ദെൻ 30 60 90 റേഷ്യോ എത്രയാ? 1:√3:2. അതിൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിട്ടുണ്ട് 2 ആണ്, അഥവാ 1ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ √3 ഇവിടെ √2 എന്നിട്ടുണ്ട് അല്ലേ? 1:√3:2 എന്നാണ് കേട്ടോ, √2 എന്നല്ലേ? ഓക്കെ, അപ്പോൾ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 2√3 ആയിരിക്കും. 2ന്റെ സ്ഥാനത്ത് 4 ആയിരിക്കും. നമുക്ക് വേണ്ടത് എയുടെ കോർഡിനേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോണേ, ഈ ലെങ്ത് 2 ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ എക്സ് 2 ആണ്. അപ്പോൾ ഇവിടെയും എക്സ് എത്രയാ? 2 ആണ്. ഇനി വൈ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. അത് ആർക്കും ഓപ്പോസിറ്റാ? 60ക്ക് ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് 2√3. ഓക്കെ, അപ്പോൾ 2√3 അതാണ് എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്റ്റൻസ് ഫോമുല വെച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് ഞാൻ ഇവിടെ എഴുതില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ റേഡിയസ് എത്രയാണെന്നുള്ളത്? മക്കളെ റേഡിയസ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്കിവിടെ 2√3 എന്ന് കിട്ടി, ഇവിടെ 4 എന്ന് കിട്ടി. ഇതല്ലേ നമ്മളുടെ റേഡിയസ്? 90-ന് ഓപ്പോസിറ്റുള്ള സൈഡല്ലേ നമ്മളുടെ റേഡിയസ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 4 ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചുകൊണ്ടും ചെയ്യാം കേട്ടോ. ഒറിജിനാണ് 0 എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്നും എ എന്ന് പറയുന്ന ബിന്ദുവിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. √x² + y² എന്നാണ്. എക്സ് എന്ന് പറയുന്നത് 2 ആണ്, y എന്ന് പറയുന്നത് 2√3 ആണ്. 2ന്റെ സ്ക്വയർ 4, ഇവിടെ 2ന്റെ സ്ക്വയർ 4, √3യുടെ സ്ക്വയർ 3. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, ദെൻ 12 + 4 16, √16 4. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചും ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്താണ് 90-ന് ഓപ്പോസിറ്റ് 4 ആണ്. സോ റേഡിയസ് 4 ആണെന്ന് പറയാം. ഓക്കെ, ദെൻ റേഡിയസ് കിട്ടി, അതേപോലെ തന്നെ എയുടെ കോർഡിനേറ്റ് കിട്ടി. അടുത്തത് അതായത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഒറിജിന് സെൻറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? x² + y² = r² എന്നാണ്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് 4 ആണ്. സോ 4². 4ന്റെ സ്ക്വയർ 16. സോ ഇക്വേഷൻ എന്താ? x² + y² = 16. ഇനി സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാനാണ്. സി നോക്കിയേ, എയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? എ എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ എയുടെ കോർഡിനേറ്റ് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ഇതിവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം 2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം 2√3 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം എന്തായിരിക്കും? 2√3 ആയിരിക്കും. പക്ഷെ എന്താണെന്ന് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. സോ -2 - 2√3 എന്ന് വരും. ഓക്കെ, ദെൻ 24ാമത്തെ ചോദ്യം. 22, 23, 24. ഓക്കെ, ദ ബേസ് റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ കോൺ ഈസ് 12 cm ആൻഡ് ഹൈറ്റ് 18 cm. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ എ സ്പിയർ ഓഫ് റേഡിയസ് 3 cm. ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ പാദ ആരം 12 സെന്റിമീറ്ററും ഉയരം 18 സെന്റിമീറ്ററുമാണ്. ഇതിനെ ഉരുക്കി 3 സെന്റിമീറ്റർ ആരമുള്ള ഗോളങ്ങളാക്കി മാറ്റുന്നു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോണം? വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 സ്പിയർ? ഒരു ഗോളത്തിന്റെ വ്യാപ്തം എന്ത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പിയർ. ഗോളങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. കോണിന്റെ വോളിയമാണ്. എന്താ കോണിന്റെ വോളിയം എന്ന് പറഞ്ഞേ? കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr² ആണ്. പൈ കോൺസ്റ്റന്റ് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലേ? സോളിഡ് മെറ്റൽ കോൺ ഓഫ് റേഡിയസ്, ദ ബേസ് റേഡിയസ് 12, ഹൈറ്റ് 18. സോ r 12ഉം h 18ഉം ആണ്. പൈ ആയിട്ട് തന്നെ കിടക്കട്ടെ. r 12 ആയതുകൊണ്ട് r² ഞാൻ 12 × 12 എന്നാക്കി.
ഓക്കെ, ഇതിൽ ഏതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. 12നെ 3 കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 18നെ 3 കട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ 12നെ ഞാൻ 3 കട്ട് ചെയ്തു. 12/3 എത്രയാണ്? 4. സോ 4 × 12 × 18. ഓക്കെ, ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 864 എന്ന് കിട്ടുക. ആദ്യം 18 × 12 നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. 2 8 16 6 ഇഷ്ടം 1, 1 2 2 1 3 വരും. പിന്നെ 1 8 8 1 1 6 8 2 10 11 ശിഷ്ടം 1 1 2 216 കിട്ടി. ഇനി ഈ 216നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. ഒരു 4 കൂടി ഇല്ലേ? 6 4 24ക്ക് 4 ഇഷ്ടം 2 വരും. 1 4 4 4 2 6 1 4 4 24 8 കണ്ടോ? 864. പിന്നെ ആരുണ്ട്? പൈ ഉണ്ട്. അപ്പൊ 864 പൈ ഫസ്റ്റത്തെ ആൻസർ ആയി. ഇനി രണ്ടാമത് വോളിയം ഓഫ് സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം എന്താ? 4/3 πr³. സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? 3 ആണ്. അപ്പൊ r³ എന്ന് പറയുമ്പോൾ 3 × 3 × 3 എന്ന് വരും. ഇതിൽ ഒരു 3 കട്ടായിപ്പോ. ബാക്കിയുള്ളതോ 3 × 3 9, 9 × 4 36. സോ 36 പൈ എന്ന് കിട്ടും. അപ്പൊ 36 പൈ എന്ന് കിട്ടി കേട്ടോ. ഫസ്റ്റത്തത് 864 പൈയും അടുത്തത് 36 പൈയും കിട്ടി. ദെൻ ഇനി നമുക്ക് എത്ര എണ്ണ ഉണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഈ ഫസ്റ്റത്തെ കോണിനെ ഒരുക്കിങ്ങാണ്ട് സ്പിയർ ആക്കി, വൃത്ത സ്തൂപികയെ ഒരുക്കിങ്ങാണ്ട് ഗോളങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചതാണ്. എന്തിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വോളിയം ഡിവൈഡർ ബൈ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വോളിയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് വോളിയങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. കണ്ടോ? വൃത്തസ്തൂപികയുടെ വ്യാപ്തം ബൈ ഗോളത്തിന്റെ വ്യാപ്തം. അപ്പോൾ 864 പൈ ബൈ ഡിവൈഡർ ബൈ 36 പൈ എന്ന് വരും. ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ 864നെ 36 ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വഴി കൂടിയും പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് 864നെ 36 ചിലപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 86 എത്ര 36 ഉണ്ട് അങ്ങനെ ആലോചിച്ച് നോക്കണം അല്ലേ. ഇതിനെ നമുക്ക് വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. വോളിയം എന്താ? കോണിന്റെ വോളിയം എന്താ? 1/3 പൈ. നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, r² എന്ന് പറയുമ്പോൾ 12 × 12 × 18. ഇതല്ലേ നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ എന്താ? സ്ഫിയറിന്റെ വോളിയം 4/3 പൈ r³. അപ്പോൾ 3 × 3 × 3 കട്ട് ചെയ്ത് ചെയ്യാനാണ് കേട്ടോ. ഈ /3യും ഈ /3യും ഇവിടെ നിന്ന് ക്യാൻസൽ ആവും. പൈയും ക്യാൻസൽ ആവും. ദെൻ 12നെ 3 കട്ട് ചെയ്യുക. 12/3 എത്രയാ? 4. 12/3 എത്രയാ? 4. 18/3 എത്രയാ? 6 അല്ലേ. ഈ 4നെ ഈ 4 വെച്ച് കട്ട് ചെയ്യാം. ഇനി ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 4 × 6 ഉള്ളൂ. 6 4 എത്രയാ? 24. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ 864നെ 36 കട്ട് ചെയ്താണ്ട് ആലോചിച്ചാണ്ട് ഇങ്ങനെ ഇരുന്നേണ്ട സമയങ്ങളേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഡൺ. ഓക്കെ, അടുത്തത് ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ വേജസ്. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം ദിവസവേതനം പട്ടികപ്പെടുത്തിയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദ വേജസ്, വിച്ച് പൊസിഷൻ ഓഫ് ദ വർക്കർ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ വേജ്. ദിവസവേതനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ ദിവസവേതനമാണ് മധ്യമമായിട്ട് വരുന്നത്? അക്കോർഡിംഗ് ടു ദ അസംഷൻ, വാട്ട് ഈസ് ദ ഡെയിലി വേജ് ഓഫ് 20th വർക്കർ. സങ്കല്പപ്രകാരം 20ാമത്തെ തൊഴിലാളിയുടെ ദിവസവേതനം എത്രയാണ്? ഫൈൻഡ് ദ മീഡിയൻ വേജ്. ദിവസവേതനങ്ങളുടെ മധ്യമം കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ടേബിളിൻ്റെ അപ്പുറത്ത് ഒരു കോളം കൂടി വേണം. ഫ്രീക്വൻസികൾ അഥവാ ഈ എണ്ണങ്ങൾ കൂട്ടി എഴുതാനും. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദാ ഈ 11 നമ്മൾ ഇങ്ങോട്ട് എഴുതും. 11ക്ക് 8 കൂട്ടിയാൽ 19. 19ഉം 10ഉം 29. 29ഉം 10ഉം 39ഉം 3ഉം 42. 42ഉം 7ഉം 49. ഇത് കൂട്ടരുത്, ഇത് ടോട്ടലാണ്. ഈ 49 വേണം നമുക്കിവിടെ കിട്ടാനും. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ചോദ്യം, എത്രാമത്തെ തൊഴിലാളിയുടെ ദിവസവേതനമാണ് മധ്യമമായിട്ട് വരുന്നത്? 49 ആൾക്കാരാണ് ഉള്ളത്. 49 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ. അപ്പൊ ആ 49ലേക്ക് നമ്മൾ 1 കൂട്ടും, എന്നിട്ട് അതിന്റെ പകുതി. 49ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 50 ആണ്.
50ന്റെ പകുതി 25ാമത്തെ ആളെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, മധ്യമമായിട്ട് എടുക്കുന്നത്. എത്രാമത്തെ ആളെ? 25ാമത്തെ ആളെ. അപ്പൊ ആ 25ാമത്തെ ആളെ എവിടെ വരിക? അതാ ഈ റൗണ്ടിൽ വരും. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടു. 1 മുതൽ 11 വരെ, 12 മുതൽ 19 വരെ, 20 മുതൽ 29 വരെ. അപ്പൊ അതിൽ പെട്ടു ആര്? 25ാമത്തെ ആള്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 20ാമത്തെ ആളുടേതാണ് ചോദിച്ചിട്ടുള്ളത്, 19 കഴിഞ്ഞിട്ടുള്ള ആള്. അതെങ്ങനെ നമ്മൾ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം. ഇവിടെ നിങ്ങോട്ടുള്ള ഡിഫറൻസ് എത്രയാണ്? 100 ഇവിടെ എത്ര ആളുകളാ? 10 ആളുകളാണ്. ഈ 100നെ നമ്മൾ 10 ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ 100നെ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 0 പോകും. 10/1 10. ഇനി 20ാമത്തെ ആളെ നമ്മൾ എങ്ങനെ എഴുതാം? ഈ റൗണ്ട് ചെയ്തതിലെ ചെറിയ നമ്പറിലോട്ട് നമ്മളുടെ പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ് നമ്മൾ ആദ്യം കൂട്ടി കൊടുക്കുക. പിന്നെ ഓരോന്നിനും നമ്മൾ പൊതുവ്യത്യാസം കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അസ്യൂംഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 അതിന്റെ പകുതി 5. അത് ഈ 500 കൊടുക്കുമ്പോൾ 505 എന്ന് കിട്ടും 20ാമത്തെ ആളത്. അപ്പൊ 20ാമത്തെ ആളത് കിട്ടിയാൽ 505. ഇനി നമുക്ക് കാണേണ്ടത് മീഡിയൻ അഥവാ 25ാമത്തെ ആളതാണ്. 25ാമത്തെ ആളത് കാണാന് ഈ 20ാമത്തെ ആളുടെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 25ാമത്തെ ആളെ കിട്ടുക? 5 പ്രാവശ്യം കൂട്ടണം. ഓക്കെ, അപ്പൊ 20ാമത്തെ ആൾ 505. അപ്പൊ 505 പ്ലസ് 5 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 10 50. 505ക്ക് 50 കൂട്ടിയാൽ 555. അപ്പൊ 25ാമത്തെ ആളുടേത് എത്രയാണ്? 555 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മീഡിയനായി എത്രയാ? 555. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ആഫ്റ്റർ സം ടൈംസ്. സോ എല്ലാവരും ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നല്ല മാർക്ക് കിട്ടട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് +1 കിട്ടട്ടെ, നല്ലതുപോലെ പഠിച്ച് നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഓരോ ടീച്ചർമാരും നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്.